എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഷ. ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സരസ്വതി ദേവിയുടെ മ്യൂറൽ പെയിന്റിംഗ് ആണ് വരയ്ക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 2023 ഒക്ടോബർ 10-നാണ്. ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ ഒക്ടോബർ 15-നാണ് തുടങ്ങുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അറിവിന്റെ ആദ്യാക്ഷരങ്ങളിലേക്ക് പ്രവേശിക്കുന്ന കുരുന്നുകൾക്കും അവരുടെ അച്ഛനമ്മമാർക്കും ചിത്രരചന ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അറിവിന്റെ ദേവതയായ മഹാസരസ്വതിയുടെ ചിത്രം ഞാൻ സമർപ്പിക്കുന്നു. താമരയിൽ ഇരിക്കുന്നതോ അരയന്നത്തിന് മുകളിൽ ഇരിക്കുന്നതോ ആയിട്ടുള്ള സരസ്വതിയുടെ ചിത്രമാണ് സാധാരണയായി കണ്ടുവരുന്നത്. എന്നാൽ ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ലോകപ്രശസ്ത മലയാളി ചിത്രകാരനായ ശ്രീ രാജാ രവിവർമ്മയുടെ പ്രസിദ്ധമായ സരസ്വതി എന്ന പെയിന്റിങ്ങിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനിത് വരച്ചിരിക്കുന്നത്. രവിവർമ്മയുടെ പെയിന്റിങ്ങിൽ നിന്നും മ്യൂറൽ പെയിന്റിങ്ങിലേക്കുള്ള മാറ്റത്തിന് ആവശ്യമായ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടത്തിയിട്ടുമുണ്ട്. പ്രധാനമായും വസ്ത്രധാരണത്തിൽ രവിവർമ്മയുടെ ശൈലിയിലുള്ള സാരിക്ക് പകരം മ്യൂറൽ ചിത്രങ്ങളിൽ കാണുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ വലതുകാൽ ഉയർത്തി വെച്ചിരിക്കുന്ന രൂപത്തിൽ നിന്നും മാറി കാലുകൾ രണ്ടും താഴെ വച്ചിരിക്കുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. പശ്ചാത്തലം രവിവർമ്മ ചിത്രത്തിലേതുപോലെ പ്രകൃതി ഭംഗി തന്നെ വരച്ചിരിക്കുന്നു. അത് മ്യൂറൽ ശൈലിയിൽ പുനരവതരിപ്പിച്ചിരിക്കുകയാണ്. സരസ്വതിയുടെ സാരസ്വത വീണയിൽ നിന്നുതിരുന്ന ശ്രുതിമധുരമായ സംഗീതത്തിൽ ലയിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളും താമരയും പക്ഷികളെയും പശ്ചാത്തലത്തിൽ വിന്യസിച്ചിരിക്കുന്നു. സരസ്വതിയുടെ വാഹനമായ അരയന്നത്തെയും ദേവിയുടെ അരികിലായി വരച്ചു ചേർത്തിരിക്കുന്നു. രവിവർമ്മ ചിത്രത്തിൽ കാണുന്ന മയിലിനെ ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇതാണ് ഈ ചിത്രത്തെക്കുറിച്ച് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ഹിന്ദു വിശ്വാസപ്രകാരം വിദ്യയുടെ ഭഗവതിയാണല്ലോ സരസ്വതി ദേവി. ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് മഹാസരസ്വതി. നൃത്തം, സംഗീതം മുതലായ കലകൾ, കരകൗശലങ്ങൾ, സാഹിത്യം, അക്ഷരം, വിദ്യാഭ്യാസം എന്നിവ സരസ്വതിയുടെ പ്രത്യക്ഷ രൂപങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഓർമ്മശക്തി, ബുദ്ധിശക്തി, വാക്ക് എന്നിവ സരസ്വതിയുടെ വരദാനമായി ഹൈന്ദവർ കരുതുന്നു. അതുകൊണ്ട് തന്നെ വാഗീശ്വരി, വാണി എന്നീ പേരുകളിലും സരസ്വതി ദേവി അറിയപ്പെടുന്നു. സരസ്വതി ദേവിയുടെ വീണയുടെ പേരാണ് സാരസ്വത വീണ. സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന സാരസ്വത വീണ മനുഷ്യന്റെ പ്രതീകമായും സംഗീതം പരമാനന്ദമായും ഉപാസകർ കരുതുന്നു. സംഗീതാദി കലകൾ മനസ്സിന് സന്തോഷവും ശാന്തിയും പ്രദാനം ചെയ്യുമെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഒന്നാണല്ലോ. കലാകാവ്യാദികളിലും വാക്കിലുമൊക്കെ ദൈവികത ദർശിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ദൈവസങ്കല്പം കൂടിയാണിത്. രാവിലെ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ് സരസ്വതി യാമം എന്നറിയപ്പെടുന്നത്. പഠിക്കുന്ന കുട്ടികൾ ഈ സമയത്ത് എഴുന്നേറ്റ് പഠിച്ചാൽ നല്ല ഓർമ്മശക്തി ഉണ്ടാകുമെന്നും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുമെന്നും പഠിച്ചതൊരിക്കലും മറക്കില്ലെന്നുമൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ബ്രഹ്മമുഹൂർത്തം എന്ന മറ്റൊരു പേരുമുണ്ട് ഈ സമയത്തിന്. ദേവി ഭാഗവതം, ദേവി മഹാത്മ്യം എന്നിവ പ്രകാരം ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് മഹാസരസ്വതി. മഹാലക്ഷ്മി, മഹാകാളി എന്നിവരാണ് മറ്റു 2 പേർ. നീല സരസ്വതി എന്ന് തുടങ്ങി പിന്നെയും ഉഗ്രമായ ഭാവങ്ങളുണ്ട്. പല ഭാവങ്ങളിലിരിക്കുന്ന ഭഗവതി സങ്കല്പങ്ങളുണ്ട്. ഇവയെ ശാന്തഭാവങ്ങളോട് കൂടിയ സാത്വിക ഗുണമുള്ളവളാണ് വീണാപാണിയായ സരസ്വതി. ഇത് പരമാത്മാവിന്റെ ജ്ഞാനശക്തിയാണെന്നാണ് ഹൈന്ദവ വിശ്വാസം. മഹാസരസ്വതി ശക്തിരൂപിണിയും അറിവിന്റെയും ബലത്തിന്റെയും ഭഗവതിയും കൂടിയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കലാമണ്ഡലത്തെയും സരസ്വതി ക്ഷേത്രത്തിന് തുല്യമായാണ് കണക്കാക്കുന്നത്. പല ഭഗവതി ക്ഷേത്രങ്ങളിലും പ്രഭാതത്തിൽ
പരാശക്തിയെ മഹാസരസ്വതിയായി ആരാധിക്കപ്പെടാറുണ്ട്. നവരാത്രിയോടനുബന്ധിച്ച് കുട്ടികളെ ആദ്യമായി അക്ഷരങ്ങൾ എഴുതിക്കുന്ന ഹൈന്ദവ ആചാരമാണ് വിദ്യാരംഭം. കുട്ടികൾക്ക് 2.5 വയസ്സിനും 3 വയസ്സിനും ഇടയ്ക്കാണ് ഈ ചടങ്ങ് നടത്തുന്നത്. നവരാത്രിയുടെ അവസാന ദിവസമായ വിജയദശമി നാളിൽ പ്രഭാതത്തിലാണ് വിദ്യാരംഭം നടത്താറുള്ളത്. അറിവിന്റെ ആരംഭമാണ് വിദ്യാരംഭം. എഴുത്തിനിരുത്ത് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ചടങ്ങ് നടത്താറുണ്ടെങ്കിലും സരസ്വതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളാണ് വിദ്യാരംഭത്തിന് ഏറെ പ്രധാനം എന്നാണ് വിശ്വാസം. ഐതിഹ്യപ്രകാരം അറിവില്ലാത്ത ഒരുവന് വിദ്യ പകർന്നുകൊടുത്ത് കാളിദാസ മഹാകവിയാക്കി ഉയർത്തിയത് ഭഗവതി ആയതിനാൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭം വിശേഷമാണ് എന്നും വിശ്വാസമുണ്ട്. കർണാടക സംസ്ഥാനത്തിലെ മൂകാംബികയിൽ എല്ലാ ദിവസവും വിദ്യാരംഭം നടത്തുന്നുണ്ട്. എന്നിരുന്നാലും നവരാത്രി സമയത്ത് ആയിരങ്ങളാണ് അവിടെ വിദ്യാരംഭത്തിന് എത്തുന്നത്. ഇവിടെ വിദ്യാരംഭം നടത്തുന്ന കുട്ടികൾക്ക് ഭാവിയിൽ ഉന്നത വിജയം നേടാനാവുമെന്നാണ് വിശ്വാസം. മഹാസരസ്വതിയെക്കുറിച്ചും നവരാത്രി ആഘോഷങ്ങളെക്കുറിച്ചും ഇനിയും ഒരുപാട് പറയാനുണ്ട്. അതെല്ലാം വിശദമായി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. സരസ്വതി ദേവിയുടെ സ്കെച്ചിങ്ങിന്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ചിത്രം വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളെല്ലാവരും ഈ ചിത്രം വരയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്കെച്ചിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗവും വിട്ടുപോകാതെ വിശദമായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് നോക്കി വരയ്ക്കാവുന്നതാണ്. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. ഈ സ്കെച്ചിങ്ങിന്റെ കളറിംഗ് ആണ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും മറക്കാതെ കാണണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.